ഹലോ, നമുക്കിന്നൊരു കൊള്ളിപ്പുട്ടുണ്ടാക്കാം. അതിന് ഞാൻ ഒരു കഷ്ണം പുട്ടുണ്ടാക്കണം കേട്ടോ, കാരണം ഞാൻ മാത്രമുള്ളൂ തിന്നാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊള്ളി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് മാറ്റാം. അങ്ങനെ നമ്മൾ കൊള്ളിക്കിഴങ്ങ് പിഴിഞ്ഞ് നീര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ചേർക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിൽ അരിപ്പൊടി മാത്രമല്ല കേട്ടോ, നമുക്ക് ഗോതമ്പൊടി ഇഷ്ടമാണെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം, അതല്ലെങ്കിൽ റാഗിയാണ് ഇഷ്ടമെന്ന് അത് ചേർക്കാം. ഏത് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അരിപ്പൊടി തേങ്ങ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ടായി ചുട്ടെടുക്കാം. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം എന്ന് വിചാരിച്ചെങ്കിലും പുട്ട് ചുട്ട് കഴിയുമ്പോൾ 2 കഷ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തിന്നണം. അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ തേങ്ങ ഇടയിലൊന്നും ഇട്ടില്ല, മിക്സ് ചെയ്താണ് പുട്ടുണ്ടാക്കിയത്. നമുക്ക് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ കൂട്ടി കഴിക്കാം കേട്ടോ. ഞാൻ ചിക്കൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്.